അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി അടുത്തതായി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത് മൻഹാദയാണ്. മൻഹാദ, മൻ എന്നുള്ളത് ഒരു ഇസ്മുൽ ഇസ്തിഫ്ഹാമാണ്. ഇസ്തിഫ്ഹാം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുവാനുള്ള ഒരു ഇസ്മാണത്. അപ്പോൾ മൻ എന്നാൽ ആരാണ് എന്നാണ് അർത്ഥം വരിക. മൻ എന്നുള്ള ഇസ്മുൽ ഇസ്തിഫാം നാം ഉപയോഗിക്കുക വിശേഷബുദ്ധിയുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവരെ അഭിസംബോധന ചെയ്യുമ്പോഴും മാത്രമാണ്. ഒരു മേശയെ കാണിച്ചുകൊണ്ട് ഇത് ആരാണ് എന്ന് നാം ചോദിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു കസാലയെ കാണിച്ചുകൊണ്ടും ചോദിക്കുകയില്ല. ഒരു നായ അല്ലെങ്കിൽ ഒരു പൂച്ച ഇങ്ങനെയുള്ള മൃഗങ്ങളെ കാണിച്ചുകൊണ്ടും ഇത് ആരാണ് എന്ന് നാം ചോദിക്കുകയില്ല. മറിച്ച് ഒരു മനുഷ്യരെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ട് ഇത് ആരാണ് എന്ന് ചോദിക്കും. ഇതാണ് മന്നും മാവും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യക്തിക്ക് എന്താണ്, വ്യക്തിക്ക് മൻ ഉപയോഗിക്കാൻ കാരണം എന്താണ്? വ്യക്തി വിശേഷബുദ്ധിയുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് നാം വ്യക്തിക്ക് മൻ ഉപയോഗിച്ചത്. മറ്റ് വസ്തുക്കളും അതേപോലെ തന്നെ മൃഗങ്ങളുമെല്ലാം ഗൈറാക്കിലാണ്, അതായത് ബുദ്ധിയില്ലാത്ത, അതായത് വിശേഷബുദ്ധി ഇല്ലാത്ത വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാ ആണ് നാം ഉപയോഗിക്കുക. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മാ ഹാദ എന്ന് വെച്ചാൽ ഇത് എന്താണ് എന്നാണ് അർത്ഥം വരിക. അതുപോലെ തന്നെ മൻ ഹാദ എന്ന് വെച്ചാൽ ഇത് ആരാണ് എന്നാണ് അർത്ഥം വരിക. ഇത് രണ്ടും ഉപയോഗിക്കേണ്ടത്, മാ ഹാദ ഉപയോഗിക്കേണ്ടത് ഗൈർ ആക്കിലായിട്ടുള്ള വസ്തുക്കൾക്കാണ്. മൻ ഹാദ ഉപയോഗിക്കേണ്ടതോ ആക്കിലായിട്ടുള്ള വിശേഷബുദ്ധിയുള്ള വ്യക്തിത്വങ്ങൾക്കാണ്. ഇനി നമുക്ക് പുസ്തകത്തിലെ 9-ാമത്തെ പേജിലേക്ക് നോക്കാം. അവിടെ മൻഹാദ എന്നുള്ള പാഠം നമുക്ക് കാണാം. മൻഹാദ, ആദ്യം തന്നെ മൻഹാദ എന്നാണ് ചോദിക്കുന്നത്. ഇത് ആരാണ്? ഹാദ തൊബീബുൻ, ഇത് ഒരു ഡോക്ടറാണ്. തൊബീബുൻ എന്ന് വെച്ചാൽ ഡോക്ടർ. അടുത്തത് മൻഹാദ, ഹാദ വലതുൻ, ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഹാദ വലതുൻ, ഇതൊരു ആൺകുട്ടിയാണ്. അടുത്തത് മൻഹാദ, ഹാദ ത്വാലിബുൻ, മൻഹാദ ഇത് ആരാണ്? ഇത് ഒരു വിദ്യാർത്ഥിയാണ്. അഹാദ വലതുൻ, ഇതൊരു ആൺകുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ല ഹാദ റജുലുൻ, അല്ല ഇത് ഒരു പുരുഷനാണ്. ഇനി നമുക്ക് ബുക്കിലെ 10-ാമത്തെ പേജ് വായിക്കാം. മാ ഹാദ, ഹാദ മസ്ജിദുൻ. മൻ ഹാദ, ഹാദ താജിറുൻ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മസ്ജിദുൻ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാ ഹാദയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് ഗൈറാക്കിലായിട്ടുള്ള മസ്ജിദ്. അതിനെ പറ്റി ചോദിക്കുമ്പോൾ മാ ഹാദ ഉപയോഗിച്ചത് കാണാം. അതേപോലെ തന്നെ മൻ ഹാദ, ഹാദ താജിറുൻ. താജിറുൻ, താജിറുൻ എന്ന് വെച്ചാൽ കച്ചവടക്കാരൻ. അപ്പോൾ കച്ചവടക്കാരനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൻ ഹാദയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കച്ചവടക്കാരൻ ആക്കിലാണ്, അതായത് വിശേഷബുദ്ധിയുള്ള വ്യക്തിയാണ്. ഹാദ കൽബുൻ, കൽബുൻ എന്ന് വെച്ചാൽ നായ. ഹാദ കൽബുൻ, ഇത് ഒരു നായിയാണ്. ഇനി അടുത്തത് അഹാദ കൽബുൻ, പൂച്ചയെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇത് നായയാണോ എന്ന്. അപ്പോൾ ല, ഹർഫുൽ ജവാബായ ല കൊണ്ട് നമ്മൾ മറുപടി പറയണം. ല ഹാദ കിത്തുൻ, ല അല്ല ഹാദ കിത്തുൻ, ഇത് പൂച്ചയാണ് എന്ന് മറുപടി പറയുകയാണ്. ഹാദ ഹിമാറുൻ, ഹിമാറുൻ എന്ന് വെച്ചാൽ കഴുതയാണ്. അപ്പോൾ ഹാദ ഹിമാറുൻ, ഇതൊരു കഴുതയാണ്. അഹാദ ഹിമാറുൻ, കുതിരയെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇത് കഴുതയാണോ എന്ന്. അപ്പോൾ മറുപടി പറയുകയാണ് ല ഹാദ ഹിസാനുൻ, ഹിസാനുൻ എന്ന് വെച്ചാൽ കുതിരയാണ്. ഇനി വമാ ഹാദ, ഇതും എന്താണ് എന്ന് ചോദിക്കുകയാണ്. വ എന്ന് വെച്ചാൽ ആൻഡ്, ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് നമ്മൾ പറയുന്നില്ലേ, അതിന് പകരമായിട്ടാണ് വ ഉപയോഗിക്കുക. വമാ ഹാദ, ഇതും എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഹാദ ജമലുൻ, ഇതൊരു ഒട്ടകമാണ്. അപ്പോൾ ഇവിടെ താജിറിന് മാത്രമാണ് മൻ ഉപയോഗിച്ചിട്ടുള്ളത്. താജിർ ആക്കിലായിട്ടുള്ള വിശേഷബുദ്ധിയുള്ള വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് മൻ ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഗൈറാക്കിലായിട്ടുള്ള വസ്തുക്കളും മൃഗങ്ങളുമായതുകൊണ്ട് അവർക്കെല്ലാം മാ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 11-ാമത്തെ പേജിലേക്ക് കടക്കാം. 11-ാമത്തെ പേജിൽ ആദ്യത്തെ ചോദ്യം മാ ഹാദ, ഇത് എന്താണ് എന്നാണ്. ഹാദ ദീക്കുൻ, ഇത് ഒരു പൂവങ്കോയിയാണ്. മൻ ഹാദ, ഇത് ആരാണ്.
അപ്പോൾ മറുപടി ഹാദ മുദരിസുൻ, ഇത് ഒരു അധ്യാപകനാണ്. അഹാദ ഖമീസുൻ, ടവൽ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇത് ഒരു കുപ്പായമാണോ എന്ന്. അപ്പോൾ ല ഹാദ മിന്ദീലുൻ, അപ്പോൾ ഹർഫുൽ ജവാബായ ല കൊണ്ട് മറുപടി പറയുകയാണ് ല ഹാദ മിന്ദീലുൻ, ഇത് ഒരു ടവലാണ്, ഹാൻഡ് കർച്ചീഫാണ് എന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠം അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ നാം എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യമായി നാം പഠിച്ചത് ഇസ്മുൽ ഇഷാറയായിട്ടുള്ള ഹാദയെക്കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ നാം ഇസ്മുൽ ഇസ്തിഫാമായിട്ടുള്ള മാ മൻ എന്നിങ്ങനെ 2 ഇസ്മുൽ ഇസ്തിഫാം നാം പഠിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഹർഫുൽ ഇസ്തിഫാമായിട്ടുള്ള ഹംസ ഒരു ജുംലയുടെ മുന്നിലിട്ട് കഴിഞ്ഞാൽ ആ ജുംല, അതായത് ആ സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യനായി മാറുന്ന രീതിയും നാം പഠിക്കുകയുണ്ടായി. അതിനുശേഷം ഹർഫുൽ ജവാബായ നഅം ല അതും പഠിക്കുകയുണ്ടായി. പിന്നെ നാം പഠിച്ചത് കുറേ വ്യക്തികളെക്കുറിച്ച് പഠിച്ചു. താജിറുൻ പഠിച്ചു, മുദരിസുൻ പഠിച്ചു. ഈ താജിറുൻ എന്ന് വെച്ചാൽ കച്ചവടക്കാരൻ, മുദരിസുൻ എന്ന് വെച്ചാൽ അധ്യാപകൻ. പിന്നെ കുറേ മൃഗങ്ങളുടെ പേരുകൾ പഠിക്കുകയുണ്ടായി. പിന്നെ കുറേ വസ്തുക്കളുടെ പേരുകളും നാം ഈ പാഠത്തിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം എല്ലാത്തിനും അവസാനമായിട്ട് വന്നിട്ടുള്ളത് തൻവീൻ ദമ്മയാണ്. അവസാനത്തെ അക്ഷരത്തിൻ്റെ തഷ്കീൽ അല്ലെങ്കിൽ ഹറക്കത്ത് വന്നിട്ടുള്ളത് എന്താണ്? തൻവീൻ ദമ്മയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക എല്ലാവരും. അത് എഴുതുമ്പോഴും വായിക്കുമ്പോഴും എല്ലാം അങ്ങനെ തന്നെ വായിക്കണം. ഹാദാ ബൈത്തുൻ എന്ന് തന്നെ വായിക്കണം. ഹാദാ ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തരുത്. സുക്കൂനിൽ നമുക്ക് നിർത്താം, പക്ഷേ ഇപ്പം പഠിക്കുന്ന സമയത്ത് നാം ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം വായിക്കുമ്പോഴാണ്, എഴുതുമ്പോൾ ഹാദാ ബൈത്തുൻ തന്നെയാണ് എഴുതുക. അത് വായിക്കുമ്പോൾ ഹാദാ ബൈത്ത് എന്ന് അല്ലെങ്കിൽ ഹാദൽ ബൈത്ത് എന്നൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പം അതിൻ്റെ എറാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലത്തെ അക്ഷരത്തിൻ്റെ ഹറക്കത്ത്, അതായത് കേസ് എൻഡിങ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എല്ലാവരും പഠിക്കണം. ഹാദാ ബൈത്തുൻ, ഹാദാ മസ്ജിദുൻ, ഹാദാ കെൽബുൻ, ഹാദാ ഖിത്തുൻ എല്ലാം എന്താണ് തൻവീൻ ദമ്മ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് തന്നെ പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യണം. പിന്നെ ഈ പാഠത്തിലെ അവസാനത്തെ തംരീനാണ്. 4 തംരീനാണ് ഈ പാഠത്തിലുള്ളത്. 3 നാം മേലെ ഇടുകയുണ്ടായി. അതെല്ലാവരും ചെയ്തിരിക്കുമെന്ന് കരുതുന്നു. 4ാമത്തെ തംരീൻ ഇഖ്റ വക്തുബാണ്, അതായത് വായിക്കുക എഴുതുക. ഈ വായിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറാബ് കറക്റ്റായിട്ട് നിങ്ങൾ ഇട്ടുകൊണ്ട് അതിൻ്റെ ഹർക്കത്തുകളൊക്കെ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും കഴിയണം എന്നുള്ളത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പം മാ ഹാദ ഖലമുൻ, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ എന്താണ്? ഹാദ കെൽബുൻ. അപ്പം ഇതൊക്കെ എന്താണ്? അതിനൊക്കെ ഹർക്കത്തിട്ടിട്ടില്ല, പക്ഷേ നിങ്ങൾക്കത് ഹർക്കത്തിടാണ്ട് തന്നെ കണ്ടാൽ വായിക്കാൻ കഴിയണം. കാരണം എന്താണ്? ഇതൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് ഹർക്കത്തിട്ടിട്ട് കണ്ടതാണ്. ഈ പാഠത്തിൽ ഈ വന്നിട്ടുള്ള ഈ തംരീനിൽ വന്നിട്ടുള്ള എല്ലാ വാക്കുകളും നിങ്ങൾ ഹർക്കത്തിട്ടുകൊണ്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഹർക്കത്തില്ലാതെ കാണുമ്പോഴും അതേപോലെ തന്നെ വായിക്കണം. അപ്പോൾ ഈ തംരീൻ കൂടി ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.